തിരുവനന്തപുരം ആനാട് വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. കാർ സ്കൂട്ടറിലിടിച്ച ശേഷം യുവാവിന്റെ ദേഹത്ത് കയറിയിറങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. തിരുവനന്തപുരം തെങ്കാശി റോഡിൽ ഇന്നലെയുണ്ടായ അപകടത്തിൽ പാണയം സ്വദേശി വിനയകുമാർ മരിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചെയ്യുന്നത്. ഹാൻസ്, ഇന്നലെയുണ്ടായ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ. അഞ്ജലി, ഇന്നലെ വൈകിട്ട് സംസ്ഥാന പാതയിൽ ആനാട് CSI പള്ളിക്ക് സമീപമാണ് ഈ അപകടം സംഭവിക്കുന്നത്. അമിത വേഗതയിലെത്തിയ കാറ് ഇലക്ട്രിക് സ്കൂട്ടറിനെ പിന്നിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഈ പാണയം സ്വദേശി വിനയകുമാർ ആയിരുന്നു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ദേഹത്ത് മുകളിലൂടെ ഈ വാഹനം കാർ കയറി ഇറങ്ങുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന ഈ കാർ ഓടിച്ചിരുന്ന ചുള്ളിമാനൂർ സ്വദേശി ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മരണത്തിന് ശേഷം പാണയം സ്വദേശി വിനയകുമാറിന്റെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായിരുന്നു. അഞ്ജലി. ശരി ഹാൻസ്, വ്യക്തമാണ്.